നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാർ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നോക്കുന്നത്. ഓറക്കൽ മെസ്സേജ് വെച്ചാ തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷനും എടുക്കരുത് കേട്ടോ. അപ്പോ ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇവിടെ രണ്ട് കാർഡ് മറിഞ്ഞിട്ടുണ്ട്. ഇനി കാർഡ്സ് വല്ലതും വരുമോ എന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കളെ കൊണ്ട് വലിയ ഉപദ്രവം ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ കാർഡ് വന്നേക്കുന്നത് മൗണ്ടൻസിന്റെ കാർഡാണ്. മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. മൗണ്ടൻസ് അപ്പോ പർവ്വതങ്ങളെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും വളരെയധികം ശക്തിയോടുകൂടി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം അകറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. 108 പ്രാവശ്യം ജപിക്കണം അത്. അപ്പോ ഈ രണ്ട് കാർഡാണ് ഇവിടെ വന്നത്. ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പ്രശ്നം വരുന്നുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോ നിങ്ങളോട് പേടിക്കണ്ട, ഉറച്ച നിലപാടെടുത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി എന്താ പറയുക, നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കളും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, ബന്ധം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കളും നിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കളും നിങ്ങളുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കൾ എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കള് നമ്മളുടെ ജെമിനി സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. ഇവര് ഒരു നിങ്ങളെ ഇവരുടെ കൺട്രോളിൽ കൊണ്ടുവരണമെന്ന് ഇവര് ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയത്ത് കല്യാണം കഴിച്ച് നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളുടെ വ്യക്തിയുടെ ബന്ധുക്കളെ നമ്മളുടെ പാട്ടിലാക്കാൻ നമ്മൾ നോക്കും. കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഭക്ഷണം ഉണ്ടാക്കുക, പണിയെടുക്കുക. വീട്ടില് നമ്മള് ഒരാള് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകുമ്പോ സ്ത്രീ ആയാലും പുരുഷനായാലും ആരുടെ അടിമയായിട്ടല്ല പോകുന്നത്. അതാണ് നമ്മളുടെ ചിന്താഗതി. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ആരുടെ അടിമയായിട്ടല്ല പോകുന്നത്. അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ അവര് നമ്മളെ അങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അവർ അടിമയായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇവിടുത്തെ പണി മുഴുവൻ ചെയ്യണം, കാലത്തെ എഴുന്നേറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ചോറ് സമയത്ത് റെഡിയായില്ലെങ്കിൽ പ്രശ്നം, ആകെ മൊത്തം പ്രശ്നമാണ്. അതാണ് ഇന്നത്തെ ആൺപിള്ളേരും പെൺപിള്ളേരും അതാണ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുന്ന അവരവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയുടെ ഉദ്ദേശം നിങ്ങളുടെ വ്യക്തിയേക്കാൾ കൂടുതല് ഇവർക്കായിരിക്കും നിങ്ങളെ കണ്ടുള്ള ഉപയോഗം. അതാണ് അവര് ചെയ്തു വെക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ കൂടി നിങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സെക്കൻഡ് ഇതാണ് എന്താ പറയാ, ഒരു ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അതാണ് ഇവര് ട്രൈ ചെയ്യുന്നത്. ഇവരാദ്യം നിങ്ങളെ പറഞ്ഞ് സോപ്പിട്ട് കീശയിലാക്കി കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ വ്യക്തി പറയുന്നത് പോലും നിങ്ങൾ കേൾക്കില്ല. ഇവര് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയ ഒരു ആളെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അയാളെ അടിച്ച്, ഈ ആനകളെ എന്താ ചെയ്യാന്നറിയോ, ആനകളെ
അവര് പാപ്പാമാര് മാറുമ്പോ മൃഗമാണ്, അതിന് സംസാരിക്കാൻ അറിയില്ല, പറഞ്ഞ് മനസ്സിലാക്കില്ല. അതിനെ ഉപദ്രവിച്ച് അടിച്ച് കുറെ പാപ്പാമാര് ചുറ്റും നിന്ന്, കുറെ ആളുകൾ ചുറ്റും നിന്ന് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കി, ഇതിനെ അടിച്ച്. അപ്പൊ ആദ്യത്തെ പാപ്പാന്റെ അടുത്ത് ഈ പാപ്പാനിലേക്ക് ഇത് മാറണം. ആനയുടെ ആ ശ്രദ്ധ മാറണം. അല്ലെങ്കിൽ ആന ഈ പാപ്പാനെ അനുസരിക്കണം, പഴയ പാപ്പാനെ വിട്ടുകളയണം. അതിനു വേണ്ടി ഇത് എത്ര സമയം എടുക്കും ഈ പാപ്പാൻ പറയുന്നത് ആന മനസ്സിലാക്കി ഈ പാപ്പാനാണ് എന്റെ പാപ്പാൻ എന്ന് മനസ്സിലാക്കി എടുക്കുന്നത് വരെ അതിനെ ഉപദ്രവിക്കും. വെള്ളം കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല, അടിയോടടിയാണ്, പേടിപ്പിച്ചാണ് അതിനെ ഈ പാപ്പാന്റെ അടുത്തുനിന്ന് പുതിയ പാപ്പാനിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഒരു ഭീകരമായ ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് ചില വീടുകളില് ആളുകളെ മാറ്റിയെടുക്കുന്നത്. പലതരത്തില് സാമം, ദാനം, ദണ്ഡം, ഭേദം ഇതെല്ലാം ചെയ്തിട്ടാണ് മാറ്റിയെടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എല്ലാ വീടുകളിലല്ല, ചില വീടുകളില്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കള് നിങ്ങളെ അവരുടെ ആ ഒരു താല്പര്യത്തിലേക്ക് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ബന്ധുക്കളെ മീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അവരുമായിട്ടുള്ള കണക്ഷൻ ഇത് കട്ട് ചെയ്തെടുക്കാൻ നോക്കും. കാരണം നിങ്ങളെ സ്വന്തമായിട്ട് അവരെ കൂടെ എടുക്കണം. ആദ്യം നമുക്കത് വലിയ ഇഷ്ടമാകുമോ, എന്തൊരു സ്നേഹമാണ് കാണിക്കുന്നത്, സാധനങ്ങൾ മേടിച്ചു തരുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പതുക്കെ നിങ്ങൾ അവരുടെ ആയിട്ട് മുഴുവനായിട്ട് മാറിക്കഴിയുമ്പോൾ ഈ സ്വഭാവം അങ്ങനെ തന്നെ അവർ മാറ്റും. പിന്നെ അവരുടെ ശരിക്കുള്ള സ്വഭാവം വരും. അപ്പൊ നിങ്ങളുടെ മുകളിൽ ഒരു കൊടി പാറിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം കീഴടക്കി കഴിയുമ്പോൾ നമ്മളൊരു കൊടി നാട്ടും അവിടെ. ഇപ്പൊ ചന്ദ്രനിലൊക്കെ പോയി കൊടി നാട്ടുന്നില്ലേ, അതുപോലത്തെ പരിപാടി. അപ്പൊ അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് അവരെടുത്തത്. നിങ്ങൾ പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പിൽ കയറിയ ആളായിരിക്കാം. നിങ്ങളുടെ വിവാഹത്തിലേക്ക് പോകാനുള്ള സമയം, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് പുതിയതായിട്ട് ബന്ധു വീട്ടിൽ ചെന്ന് കയറിയിരിക്കുന്ന ആളാണ് നിങ്ങൾ. വ്യക്തിയുടെ വീട്ടിലോ അല്ലെങ്കിൽ വ്യക്തി നിങ്ങളുടെ വീട്ടിലേക്കോ, വാട്ട് എവർ സിറ്റുവേഷൻ, അതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ വ്യക്തികളുടെ ഫാമിലിയുടെ ഒരു ചിന്ത. ഇത് ജെമിനായി കാണിക്കുന്നുണ്ട്. വളരെയധികം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, പുറം പൂച്ചു കാണിക്കുന്ന, ആദ്യം ഭയങ്കര സ്നേഹം, പിന്നെ കണ്ടാ മൈൻഡില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ അതാണ് നിങ്ങളെ ഇങ്ങനെയാണ് അവർ കാണുന്നത്, നിങ്ങളെ കീഴ്പ്പെടുത്തുക ഏതെങ്കിലും വിധത്തില്. അപ്പോ ഇവർക്ക് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഡെവിൾ എനർജിയാണ്. അത് തന്നെയാണ്, കൺട്രോളിൽ ഇരുത്തണം, നിങ്ങളെ കൺട്രോളിൽ ചെയ്യണം എന്നാണ്. നിങ്ങൾ എങ്ങനെയാണോ ഇതുവരെ ജീവിച്ചത് അതിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കണം. ഇവരുടെ ആ ഒരു കൾച്ചറിലേക്ക് മുഴുവനായിട്ട് കൊണ്ടുപോകണം. ഇതിപ്പോ നിങ്ങളൊരു അന്യഭാഷ സംസാരിക്കുന്ന ഒരാളെ അവരുടെ ഫാമിലിയിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണമെന്നാണ് അവരുടെ ആഗ്രഹം, ബന്ധുക്കളുടെ ആഗ്രഹം. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് കൺട്രോള്, നിങ്ങളുടെ വ്യക്തി ഇവരുടെ ബന്ധുക്കളുടെ കംപ്ലീറ്റ് കൺട്രോളിലാണ് നിൽക്കുന്നത്. നിങ്ങളെയും അതുപോലെ ട്രാപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതുപോലെ നിന്നില്ലെങ്കിൽ ഇവര് ബ്ലാക്ക് മാജിക്കോ എന്തെങ്കിലും കൈവിഷമോ ഒക്കെ തന്നിട്ട് നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കാപ്രിക്കോൺ സോഡിയക് സൈൻ ആണ് കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് സ്നേഹമൊന്നും കാണിക്കുന്നില്ല ഇവിടെ. ഇവർക്ക് നിങ്ങളെ അടിമപ്പെടുത്തുക. ചില സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ, വീട്ടിൽ ഇപ്പൊ ഒരു കിടപ്പ് രോഗിയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോ പുറത്തു പോയി ജോലി എടുക്കുന്ന ആളെയാണ് നമ്മൾ വിവാഹം കഴിക്കണമെങ്കിൽ ഇയാളുടെ ആദ്യം പ്രലോഭിപ്പിക്കും, നമ്മളെ പുറത്തേക്ക് ഭാര്യയും കൊണ്ടുപോകും അല്ലെങ്കിൽ ഭർത്താവിനെയും പോകുമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയില്ല. ഈ പുറംപൂച്ച് കാണിച്ച് കല്യാണം കഴിച്ചു കഴിയുമ്പോ പിന്നെ കൊണ്ടുപോകാം, വിസ കിട്ടിയില്ല, ആന ചേന എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പെട്ടുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ചില സമയത്ത് പുറത്ത് ജോലി കാണിച്ച് പ്രലോഭിപ്പിച്ച് വലിയ സ്ത്രീധനം കൊടുക്കാനും പാടില്ല, മേടിക്കാനും പാടില്ല. എന്നാലും ഇഷ്ടംപോലെ സ്വർണവും പണവും ഒക്കെ മേടിച്ച് വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സമയമാകുമ്പോ ഇല്ല, അവിടെ ശരിയാവില്ല, അവിടെ അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണ്, ഞാനും കൂടെ നാട്ടിലേക്ക് വരാൻ പോകുകയാണെന്നും പറഞ്ഞ് വർഷങ്ങൾ അവിടെ പോകും. ഇവിടെ ഉള്ള ആള് അങ്ങോട്ട് പോവുകയില്ല, അയാള് ലീവിന് വരുമ്പോഴുള്ള ബന്ധം മാത്രം. മനസ്സിലായി? അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിൽ ബന്ധമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കളാണോ?
ചിലപ്പോ അവരായിരിക്കാം ഉത്തരവാദികൾ. കാരണം ഇവര് ഭയങ്കര ഒരു എന്താ പറയാ, നിങ്ങളെ ആരാണോ വിവാഹം കഴിച്ചത്, ഇവിടെ നിങ്ങളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുകയാണ്, അത് ആ വ്യക്തിയുടെ ആയിട്ടാണ്, വ്യക്തിയുടെ റിലേഷൻഷിപ്പ് ആണ് എന്നതിലുപരി അത് ബന്ധുക്കളാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹം എന്നതിനെ കുറിച്ചിട്ടുള്ളത്, എന്താണ് ശരിക്കും വിവാഹം എന്നതിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത കുറെ ആളുകളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കള്. വ്യക്തിയും അത് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? അതാണ് ഇവിടുത്തെ പ്രശ്നം. വ്യക്തി അത് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. ചിലപ്പോ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോ എന്റെ ബന്ധുക്കൾ അങ്ങനെ തെറ്റായിട്ട് എനിക്ക് വേണ്ടി തെറ്റായിട്ട് ഒന്നും ചെയ്യില്ല. പിന്നെ ഇവരെല്ലാം ഒരാൾ എന്റെ ഫാമിലിയിലേക്ക് കൂടി ചേരുമ്പോഴത്തേക്കും അവരുടെ ബന്ധുക്കളുടെയും കൂടെ സപ്പോർട്ടും സഹകരണങ്ങളും ഒന്നൊക്കെ വേണമല്ലോ. അപ്പൊ കുറെയൊക്കെ നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുമുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കൾ നിങ്ങളെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ വ്യക്തിയോട് പറഞ്ഞാലും അവിടെ നിന്നും അത്ര വലിയ സപ്പോർട്ട് ഒന്നും കിട്ടാൻ പറ്റില്ല. മൊത്തം കൺഫ്യൂഷൻ ആണ് ഇവരുടെ ഫാമിലിക്കും ഈ വ്യക്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ആകെ മൊത്തം കൺഫ്യൂഷൻ ആണ്. എന്താണ് ഇവിടെ നിങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാറി നിൽക്കുന്നത് ഒട്ടും കൊള്ളില്ല. ഭാര്യയും ഭർത്താവും എപ്പോഴും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. കാരണം അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നകന്ന് പോകും. നിങ്ങൾ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടല്ല, ബന്ധുക്കൾ ഒരു ഭാഗമാണ് നമ്മളുടെ ജീവിതത്തിന്. പക്ഷെ ഒരു ബന്ധുവിനെ പ്രീതിപ്പെടുത്തുക എന്നതിലുപരി നമ്മളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവരാണ് നമുക്ക് എന്താ പറയാ, അതാണ് വിവാഹബന്ധം അല്ലെ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധുക്കളുണ്ട്, അതില്ല എന്നല്ല പറയുന്നത്, അവരൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കും മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒരു പരിധിവരെ നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കളാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കേട്ടോ. അതിലൊരു സംശയവും വേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളിലെ ഒരു ഭാഗത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കൾക്കാണെന്ന് പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. ഇവര് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വഷളാക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചാൻസ് ഒന്നും ഇല്ല. കാരണം മിക്കവാറും ഈ വ്യക്തി നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകും. അത് നിങ്ങളും കൂടെ ബുദ്ധിപരമായിട്ട് പെരുമാറണം എന്നാണ് പറയുന്നത്. നമ്മൾ എന്താ പറ്റുന്നറിയോ, നമ്മൾ നമ്മളുടെ ദേഷ്യത്തില് കൺട്രോൾ വെക്കണം. പിന്നെ നമ്മൾ സമചിത്തതയോടെ വളരെ മെച്യൂർഡ് ആയിട്ട് പെരുമാറണം. അതാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. ചിലർ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ആ വീട്ടിൽ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ സഹായാഭ്യർത്ഥന നടത്തി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ആ വ്യക്തി നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അവരോട് പകയായിട്ട് പിന്നീട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ നിലയൊന്നും കാണാതെ നമ്മൾ അവരോട് ദേഷ്യപ്പെടും. അപ്പൊ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവര് പോലും നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അത് പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് സ്ട്രോങ് ആവണം, മെച്യൂർഡ് ആയിട്ട് പെരുമാറണം എന്ന് പറഞ്ഞത്. കാരണം നിങ്ങളോട് നല്ല മനസ്സുള്ള, നിങ്ങളെ സഹായിക്കുന്ന ആരൊക്കെയോ ഈ വ്യക്തികളുടെ ഇടയിലുണ്ട്, ഈ ബന്ധുക്കളുടെ ഇടയിൽ. അവരുടെ മനസ്സ് മടുപ്പിക്കാതെയോ ഒക്കെ നോക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയാ, ഈ ബന്ധം വഷളാക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും. കാരണം ഇത് വഷളായി പോകുന്തോറും വിവാഹം കഴിഞ്ഞ് ഭർത്താവ് അന്യദേശത്ത് ജോലി ചെയ്യുന്ന ആള് പോകുന്നു, ഭാര്യ അന്യദേശത്ത് ജോലി ചെയ്യുന്നവര് പോകുന്നു. അപ്പൊ ഈ ഭർത്താവ് ചിലപ്പോ ഭാര്യയുടെ വീട്ടുകാരുടെ കൂടെ താമസിക്കുന്നു, ഭാര്യ ഭർത്താവിന്റെ വീട്ടുകാരോട് താമസിക്കുന്നു. അവിടെ നിറയെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, മനസ്സിലായോ? എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല, ചില വീടുകളിൽ നല്ല പ്രശ്നം ഉണ്ടാവാം. അപ്പൊ ഇത് വഷളായി പോയി അങ്ങേ അറ്റത്തെത്തുമ്പോൾ ഈ വിവാഹബന്ധം തന്നെ നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് വരുമ്പോ നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനമെടുക്കും. ആ വ്യക്തി നിങ്ങളെയും കൂടെ കൂട്ടും എന്നാണ് പറയുന്നത്. കൈവെടിയില്ല. കാരണം അത്രയും വഷളാകും ഈ റിലേഷൻഷിപ്പ്. ഈ ബന്ധുക്കള് കാരണവും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണവും ഈ റിലേഷൻഷിപ്പ് ഭയങ്കര വഷളാകും. പക്ഷേ അത് നശിച്ചു പോവില്ല. അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനമെടുക്കും. വിവാഹം കഴിഞ്ഞ് നിങ്ങൾ വ്യക്തിയുടെ കൂടെയാണ് താമസിക്കേണ്ടത്, നിങ്ങൾ ഒരുമിച്ച് താമസിക്കാനുള്ളവരാണ്,
എന്നൊരു തീരുമാനം അവസാന നിമിഷം നിങ്ങളുടെ വ്യക്തി തീരുമാനിക്കും. അതോടുകൂടി നിങ്ങളുടെ വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധുക്കളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. പിന്നീട് പ്രശ്നമില്ല. ഇവരെന്ത് ചെയ്താലും നിങ്ങൾ ഒരുമിച്ചാണ്. മനസ്സിലായോ? അപ്പൊ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോ കാണേണ്ട കാര്യമുള്ളൂ. അപ്പൊ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ഇത് ഭയങ്കര വഷളാകുമെങ്കിലും നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ് അവസാനിക്കില്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഈ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിക്കണം. കാരണം മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കര ഡിപ്രഷൻ, ടെൻഷൻ എല്ലാം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ലോങ് ടേം പ്ലാൻ നോക്കണം എന്നാണ് പറയുന്നത്. വിട്ടുകളയരുത്. ഇത് നിങ്ങൾ വളരെ ആശിച്ച് മോഹിച്ച് കണ്ടുപിടിച്ച ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നവരായിരിക്കാം. അത് കുറച്ച് ആളുകളുടെ പ്രശ്നം കൊണ്ട് ഇത് നശിപ്പിച്ച് കളയരുതെന്നാണ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ ലോങ് ടേം ഇപ്പോഴത്തെ എപ്പോഴും ആലോചിക്കേണ്ട, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും 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 എന്ന് നിങ്ങൾ മനസ്സിൽ പറയുക, പ്രാർത്ഥിക്കുക, മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. ലോങ് ടേം ആയിട്ട് കാര്യങ്ങൾ നടക്കും. എന്നുവെച്ചാൽ ഇപ്പൊ പ്രശ്നമുണ്ട്, കുഴപ്പമില്ല, അത് മാറിക്കോളും എന്നൊരു വിശ്വാസം വളർത്തിയെടുക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം ലോങ് ടേം ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇത് വളരെ ദീർഘകാലം പോകേണ്ട റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക, ഉപേക്ഷിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊരു നല്ലൊരു ഉപദേശമായിട്ട് എടുത്ത് മുമ്പോട്ട് പോവുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഇതെന്തൊക്കെ തരണം ചെയ്യാനുള്ള ധൈര്യം, മനോധൈര്യം തരണേ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.